മോളുടെ മാറ്റർ തന്നെ ആണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യില്ലേ എന്നെ കൊണ്ട് ഈ കളിയൊക്കെ കളിപ്പിച്ചത് നീയാ. അങ്ങനെ നീ മാത്രമായിട്ട് നല്ല കുഞ്ഞാവൻ ഞാൻ സമ്മതിക്കില്ലടാ. അനുവിനോട് ഇവര് പുറത്തുനിന്ന് വന്ന ആൾക്കാര് പറയുന്നത് കേട്ടിട്ട് ഭയങ്കര എന്താ പറയാ ബാക്ക് സ്റ്റാബ് ചെയ്തു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ നീ വെറും കൂതറയല്ല ലോക കൂതറയാണ്. മോളെ നിന്നെ ഒന്നും വീട്ടിലല്ല പഞ്ചായത്ത് പോലും കയറ്റാൻ കൊള്ളില്ല. അപ്പൊ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മള് അറിയും. ഒരു പിക്ചർ കൈൻഡ് ഓഫ് ഒരാളുടെ പെർസ്പെക്റ്റീവിലുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടും. അപ്പോ ഇവര് എല്ലാരും അനുമോളെയാ പറയുന്നത്. അനുമോൾ ഇങ്ങനെ കാട്ടി അങ്ങനെ കാട്ടി എന്നൊക്കെ ഉള്ള സംഗതി അവളുടെ PR-ന് അവൾ വെച്ചത് കൊണ്ട് അവർ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ ഉള്ളൊരു സാധനം. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. പറ്റിപ്പോയി സാറേ, പറ്റിപ്പോയി. ഓരോരുത്തർ എന്നെ കൊണ്ട് പിരികേറ്റി ഇതൊക്കെ ചെയ്യിച്ചത്. അപ്പോ എനിക്കെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും PR-നെ പറ്റി ഇൻഡെപ്ത് ഞാൻ അറിയുന്നത് തന്നെ ഹൗസിന്റെ ഉള്ളിൽ പോയതിനു ശേഷമാണ്. അല്ലെങ്കിൽ നമുക്ക് വല്ല ഗൂഗിൾ ചെയ്തിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഓരോ വിവരങ്ങൾ അറിയാം. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ വേറെ ഒരാളീന്ന് അല്ലാതെ നമുക്ക് ഡയറക്റ്റ് അറിയാം. നമ്മൾ പുറത്താണെങ്കിൽ നമ്മൾ അതിനുള്ളിൽ പോയിട്ടാണ് ശരിക്കും ഇതിനെ പറ്റിയിട്ട് ഇൻഡെപ്ത് അറിയുന്നതും അവരുടെ അറിവിൽ നിന്നാണ് നമ്മൾ അറിയുന്നത്. ഞാൻ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. നീ ഒന്ന് ഈ ജന്മത്ത് നന്നാവില്ല കേട്ടോ. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇവരൊക്കെ വന്നിട്ട് PR ഇങ്ങനെ കാട്ടി അങ്ങനെ കാട്ടി സൈബർ ബുള്ളിങ് ഉണ്ട് ബാക്ക് സ്റ്റാബിങ് ആണെന്ന് പറഞ്ഞ് ഇവള് ഇങ്ങനെ കാട്ടി അങ്ങനെ കുറെ സംഭവങ്ങൾ പറഞ്ഞപ്പോ എനിക്കും വിഷമായി. ഇതിപ്പോ കടുവായ കിടുവ പിടിച്ചതുപോലെ ആയല്ലോ. അറിയില്ലേ അവളുടെ സ്വഭാവം. ന്യായമായാലും അന്യായമായാലും അവളുടെ ഭാഗം ജയിക്കണം. ഓരോ ആൾക്കാരുടെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ പിടിക്കുന്നൊന്നും ചെയ്തൊന്നുമില്ല. മോറോവർ എനിക്ക് എടുത്തിട്ടുണ്ടെന്ന് അറിയാലോ. ഇപ്പൊ കണ്ടാ ചിരിയുണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോ കൊലച്ചിരിയോ. എല്ലാം പൊളിയൊന്നും ഉറപ്പായല്ലേ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവില് നല്ല തെറി പോലും വരുന്നില്ലല്ലോ. വെച്ചിട്ട് ഇപ്പൊ ഇറങ്ങിയതിനു ശേഷമാണ് നമുക്കൊരു കറക്റ്റ് പിക്ചർ എന്താണെന്ന് അറിയത്തുള്ളൂ. അത് അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഫാൻസ് കാണിക്കുന്നതാണോ അല്ലയോ ഒന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. Go away, stupid! In the house of my wife and daughter, you will not see any minute of that today.